എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ മറ്റൊരു ടേണിംഗ് പോയിന്റിലേക്കാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ കുറേ ഈ ത്രില്ലർ സിനിമകളൊക്കെ കണ്ടിട്ട് സ്റ്റാർ സെൻട്രിക് ആയിട്ടുള്ള സിനിമകളൊക്കെ കണ്ടിട്ട് അതിലോട്ട് മാറിയിട്ട് വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ സ്റ്റാർഡത്തിൻ്റെതായ യാതൊരു സംഭവങ്ങളില്ല. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ടല്ലോ സെക്കൻഡ് ഹാഫിൽ സ്റ്റാർ ഉണ്ട്, അത് ഞാനിപ്പോൾ പറയുന്നില്ല, അത് പറയുന്നത് ശരിയല്ല. എനിവേ ഇത് ഗംഭീര സിനിമ തന്നെയാണ്. മലയാള സിനിമയെ സംബന്ധിച്ചോളം പ്രേക്ഷകർക്ക് പുതിയ ഒരു ഉണർവുണ്ടാക്കുന്ന ഒരു സിനിമയായിരിക്കും. ബാലൻ എന്നുള്ള പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കുട്ടിയുടെ റേഞ്ച് നമ്മൾ കുറേ ചൈൽഡ് ആർട്ടിസ്റ്റ് വെച്ചിട്ട് എടുത്ത സിനിമകൾ ലോകത്തല്ല ഒരു ഇറാൻ സിനിമയൊക്കെ കാണുന്ന പോലെ ഒരു ബ്യൂട്ടിഫുൾ സിനിമ തന്നെയാണ്. എനിവേ ഇത് ഗംഭീരമായ ഒരു അനുഭവം തന്നെ. ഹായ് ഗൈസ്, നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ലൈക്ക് ചിദംബരം വീണ്ടും ലൈക്ക് മൂന്നാമത്തെ സിനിമ അടിപൊളി. ഈ പറയുന്ന ജാനേമൻ മഞ്ഞമ്മലിന് ശേഷം വരുന്ന സിനിമയാണല്ലോ, അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിനയിച്ചിരിക്കുന്നവരെല്ലാവരും ഭയങ്കര രസമായിട്ടുണ്ട്. ഫീമെയിൽ മെയിൻ ലീഡ് ചെയ്തിട്ടുള്ള ഫർസാന, പിന്നെ മോനായിട്ട് അഭിനയിച്ചിട്ടുള്ള ആദിശേഷൻ, സിനാൻ, പിന്നെ വേറെ കുറേ നല്ല കാസ്റ്റുണ്ട്. പിന്നെ ജീൻ, ഗിരീഷ് ഐഡി, അങ്ങനെ കുറേ പേര് നമുക്കറിയാവുന്ന എല്ലാവരും ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പോയിലർ, അത് ക്യാരക്ടർ പറയാൻ പറ്റുമോ? ട്രെയിലറിലില്ലായിരുന്നു, ഉണ്ടായിരുന്നു. ടൊവി നന്നായിട്ട് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല രസമുണ്ട്, അവൻ്റെ ആ ഒരു പെർഫോമൻസ് ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. സോ പിന്നെ ടെക്നിക്കൽ ക്രൂ ഒക്കെ നമുക്കറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെയാണല്ലോ ഇവിടുത്തെ. മലയാളത്തിലല്ല, ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ആൾക്കാരെന്ന് പറയുന്ന ആൾക്കാരാണല്ലോ അതിൻ്റെ പിന്നിലുള്ളതെല്ലാം. സുഷിനാണെങ്കിലും ഷൈജുക്കയാണെങ്കിലും വിവേക് ഹർഷൻ, എല്ലാവരും ലൈക്ക് ഇറ്റ്സ് ഒരു പാക്കേജ് ഫിലിമാണ്. നമുക്ക് മലയാള സിനിമയ്ക്ക് വീണ്ടും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ബാലൻ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ആ സിനിമ തന്നെയാണ്. അതിലെ കോർ ഇമോഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഇമോഷനാണ്. നമുക്ക് ഇതിലേക്ക് എല്ലാവർക്കും റിലേറ്റബിൾ ആണ്. അപ്പോൾ ഇതൊരു ഇവിടെ മാത്രം അങ്ങനെ ഒതുങ്ങുന്ന ഒരു സിനിമ ആയിരിക്കില്ല. ഇതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു സിനിമ തന്നെയായിട്ടായിരിക്കും ഇത് വർക്കാവുന്നത്. എല്ലാവർക്കും ഇതിലേക്ക് ഏത് നാട്ടിലുള്ള ഏത് ലാംഗ്വേജിലുള്ള ആൾക്കാർ കണ്ടാലും വർക്കാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത്. നമുക്ക് അങ്ങനെ ഒരു റീജിയണൽ സിനിമയായിട്ട് ഇതിനെ കാണാൻ പറ്റില്ല. ഉറപ്പായിട്ടും ഇതിൻ്റെ കോർ ഇമോഷൻ എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഭയങ്കര ഇമോഷനാണ്. ഒരു അമ്മ മകൻ റിലേഷൻഷിപ്പാണ്. അത് ഫീൽ ചെയ്യാത്തവരാരും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും കാസ്റ്റിംഗ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവരുടെ കണ്ണുകളിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അത് അതിൻ്റെ ടെക്നിക്കൽ ക്രൂവിനും ഒക്കെ കൂടി ആ ക്രെഡിറ്റ് ഉണ്ട്. ചിദംബരത്തിന് ഫോർ ഷുവർ. പറയുന്ന പെർഫോമൻസും അവർ ഭയങ്കരമായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കൂടുതലായി. എന്തായാലും സിനിമ ഭയങ്കര എൻഗേജിങ് ആണ്, ഭയങ്കര എൻ്റർടൈനിങ് ആണ്, നമ്മളെ ഇമോഷണലാക്കും, നന്നായിട്ട് ഫീൽ ചെയ്യുന്നൊരു സിനിമ തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണും. വിളിക്കും ഉറപ്പായിട്ടും. ചിദംബരത്തിൻ്റെ ബാലൻ ഒരു ഉഗ്രൻ പടമാണ്. അതായത് ഇന്ത്യൻ മൂവീസ് പുറത്തുള്ള വലിയൊരു ലെവലിൽ റീപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയാണ്. ഇന്ത്യൻ മൂവി എന്ന് പറഞ്ഞാൽ ബാലൻ എന്ന് ഇനി അങ്ങോട്ട് പറയാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ഒരു സിനിമയാണ്. സൂപ്പർ മേക്കിംഗ് ആണ്, നല്ല പെർഫോമൻസസ് അതിനകത്ത് ബാലനായിട്ട് അഭിനയിച്ചിരിക്കുന്നതും പിന്നെ വേറെ നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് കാണിച്ചിരിക്കുന്ന ബാലൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഫർസാനെ ഒക്കെ അടിപൊളിയായിരുന്നു. സൂപ്പർ മൂവിയാണ്. നിങ്ങൾ ഇനിയിപ്പം നാളെ ഇതിൻ്റെ റെസ്പോൺസ് കണ്ടോളൂ. തിയേറ്ററിൽ ശരിക്കും എൻജോയ് ചെയ്യും. അടിപൊളി. ഇതൊരു പ്രത്യേക ജോണറാണ്. അതിപ്പോൾ എന്താണ് പറയേണ്ടതല്ല, എൻ്റർടൈൻമെൻ്റ് ആണ്. സിനിമ എൻ്റർടൈൻമെൻ്റ് ആണ്. ഫാമിലി റിലേഷൻസിനെ പറ്റി പറയുന്ന സിനിമയാണ് ബേസിക്കലി. അതെ ഫാമിലി റിലേഷൻ എന്ന് പറയുന്നത് ഭയങ്കര നല്ല രീതിയിലാണ് പോകുന്നത്. ഒരു നല്ല രീതിയിൽ ഇങ്ങനെ പോകുന്ന ഒരു സിനിമയാണ്. നമുക്ക് ഗൂസ് ബംസ് തരുന്നൊരു സിനിമയാണ്. നമ്മൾ ഐസ് ഗ്ലൂഡ് ടു ദ സ്ക്രീൻ എന്ന് പറയുമല്ലോ, അതുപോലത്തെ ഒരു സിനിമയാണ്. ഒരു നിമിഷം പോലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. എന്തായാലും അടിപൊളി. ആ ടീമിന് എൻ്റെ ഒരു വലിയ അഭിനന്ദനങ്ങൾ. ഗംഭീര സിനിമയാണ്. എന്താ പറയുക, നമ്മളിപ്പോൾ ജാനമനും മഞ്ഞുമൽ ബോയ്സൊക്കെ കണ്ട ആൾക്കാരെന്നുള്ള രീതിയിൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് മ്യൂസിക് എല്ലാം എന്താ പറയുക, പെർഫോമൻസ് എല്ലാവരും വളരെ നന്നായിട്ട് നല്ല ഗംഭീര പെർഫോമൻസ്.
എല്ലാവരും പോയി കാണുക. ബാലൻ കിടിലം പടം, ക്ലാസ് പടമാണ്. എന്താ ചെയ്യണ്ടേ? ഉഗ്രൻ സിനിമയാണ് കേട്ടോ, എല്ലാവരും പോയി കാണണം. ഞാൻ പറഞ്ഞ മാതിരി മഞ്ഞുമേൽ ബോയ്സ് ഫ്രണ്ട്സ് തമ്മിലുള്ളൊരു സ്നേഹമാണെങ്കിൽ നമ്മൾ ഈ സിനിമ കഴിഞ്ഞ് മനസ്സിലാക്കേണ്ട ചിതു റിലേഷൻഷിപ്സും അങ്ങനത്തെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതൊരു അമ്മയുടെയും മകൻ്റെയും അബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറിയാണ്. എവറിബഡി പ്ലീസ് ഗോ വാച്ച് ഇൻ ദ തിയേറ്റേഴ്സ്. It's fantastic. Thank you. Drama. The casting was so good. ചെറിയ പയ്യനും സിനാൻ പിന്നെ ഫർഹാന എല്ലാവരുടെയും ശരിക്കും ഇതൊരു തിയേറ്റർ ഫിലിമാണ്. ബിക്കോസ് സുഷിന്റെ മ്യൂസിക്കും ഷൈജു ഖാലിദിന്റെ സിനിമാറ്റോഗ്രഫി. അപ്പോൾ ഇത് OTT വരാനൊന്നും വെയിറ്റ് ചെയ്യരുത്, എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണും, അല്ലെങ്കിൽ നിങ്ങൾക്കാണ് ലോസ്. എല്ലാവരും പറഞ്ഞ പോലെ ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് ഞാനൊന്നും പറയുന്നില്ല, സിനിമയെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ അത്രയും ഇമോഷണലാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ വാക്കുകൾ ആക്ച്വലി എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു വേൾഡ് ക്ലാസ് മലയാളം സിനിമ, ടെക്നീഷ്യൻ വോയിസ് ആണ്, പെർഫോമൻസ് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം, മിസ് ചെയ്യണ്ട. ആദ്യം തന്നെ ഫസ്റ്റ് ഡേ തന്നെ വന്നു. നല്ല പടമാണ്, നല്ല മേക്കിംഗ് ആണ്. വന്ന് കാണണം. നാളെയാണ് ബാലൻ, പേര് പോലെ തന്നെ ഇറ്റ്സ് ഓൾ അബൌട്ട് ബാലൻ. നല്ല രസമുള്ള സിനിമയാണ്, ഞാൻ ടോട്ടലി എൻജോയ് ചെയ്തു. എൻഡിങ് ആൻഡ് ഓൾ ഇമോഷണലി ഹാർട്ട് വാമിങ്, ടച്ചിങ്. കാണും. ഈ മൂവി നോക്കുമ്പോൾ ആവേശത്തിന്റെ ഡയറക്ടറാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഓൾസോ മഞ്ഞുമൽ ബോയ്സിന്റെ ഡയറക്ടർ വേണ്ടി ചെയ്യുന്ന ഒരു പടം. അപ്പൊ ഇതിന്റെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ വന്ന് കാണുകയും ചെയ്യും. ഞാൻ ശരിക്കും ഹാപ്പിയാണ്, ടോട്ടലി ഹാപ്പി. ഓക്കെ, നന്നായിട്ടുണ്ട്. ബാലൻ അടിപൊളിയായിട്ടുണ്ട്. ടുവേർഡ്സ് എൻഡാണ് ഭയങ്കര രസമായിട്ട് തോന്നുന്നത്. നല്ല ക്വാളിറ്റി സ്റ്റഫ്, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയറക്ഷനും എല്ലാ വോയിസും ക്വാളിറ്റി സ്റ്റഫ്, അടിപൊളി. വാച്ച്, എല്ലാവരും വാച്ച്, ഡെഫിനറ്റ്ലി വാച്ച്. എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ഹാപ്പിയാണ് ഞാൻ. ഭയങ്കര ഒരു സ്പെഷ്യലാണ്, കാരണം ആവേശത്തിന്റെ ഡയറക്ടറാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സിന്റെ ഡയറക്ടറിന്റെ അടുത്തൊരു സിനിമ. അപ്പൊ അത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പൊ ആ ഒരു എൻട്രി എങ്ങനെ നോക്കിക്കാണുന്നു ഇതിലൊക്കെ? സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. ലൈക്ക് പടം നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ നാളെ പോയി കാണും. ഇത്രയും വലിയ ക്രൂഡ് ആയതുകൊണ്ട് തന്നെ ലൈക്ക് അതിൻ്റെതായ ആ ഒരു ഇതുണ്ട് ആ പടത്തിന്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ബ്യൂട്ടിഫുൾ ഫിലിമാണ്. ലൈക്ക് ഇറ്റ്സ് വൺ ഓഫ് എ കൈൻഡ്. കുറേ കാലത്ത് വന്ന ഏറ്റവും നല്ല സിനിമകളിലൊന്ന്. വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസ് ഓഫ് ദി ഇയർ ആൻഡ് വെരി ഇമോഷണൽ, വെരി പ്രൈമൽ. ഐ ആം സോ പ്രൗഡ്. ലൈക്ക് ഇറ്റ്സ് സോ ഗുഡ്. പറയാനുള്ളത് സിനിമയുടെ സ്പെഷ്യാലിറ്റി ഇപ്പൊ മഞ്ഞുമൽ ബോയ്സിന്റെ ഡയറക്ടറിന്റെ അടുത്ത സിനിമ ആവേശത്തിന്റെ ഡയറക്ടർ ചിദംബരത്തിന്റെ ഐ തിങ്ക് ലോങ് വേ ടു ഗോ. ഐ ഹോപ്പ് ഹി ഗെറ്റ്സ് ടു മേക്ക് വാട്ട് എവർ ഹി വാണ്ട്സ് ടു മേക്ക്. ടോവിയൊക്കെ എന്ത് രസമായിട്ട്. സുഷിൻ ഇസ് സോ ഗുഡ്. ലൈക്ക് എവറിഥിങ് ഇസ് ബ്യൂട്ടിഫുൾ അബൌട്ട് ദ ഫിലിം. ആൻഡ് ദ ലീഡ് ആക്ട്രസ് ആൻഡ് ദ കിഡ്, ഇവർ പൊളിച്ചടക്കിയിട്ടുണ്ട്. ലൈക്ക് സോ ഗുഡ്, സോ ഹാപ്പി. മഞ്ഞുമൽ ബോയ്സ് ഓർ ബാലൻ? അതല്ല, രണ്ട് ഡിഫറെൻറ്റ് ജോണറിലെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മഞ്ഞുവൽ ബോയ് ടച്ച് ചെയ്യുന്ന അത് രണ്ട് ടച്ച് ചെയ്യും കേട്ടോ. അതെ എനിക്ക് മഞ്ഞുവൽ ബോയ്സ് കുറച്ചുകൂടെ ആണ്. ഇത് അങ്ങനെയല്ല, ഇത് ഭയങ്കര നിറയും നമ്മൾ. അതിഗംഭീര സിനിമയാണ്. സാധാരണ നമ്മൾ ഇത്തരം അഭിപ്രായങ്ങൾ പറയാതെ രക്ഷപ്പെട്ടു പോകാറുണ്ട്. പക്ഷെ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. അതിഗംഭീര സിനിമ നമ്മളെ വല്ലാതെ ഒലച്ചു കളയും. ഇമോഷണലി അല്ലാതെ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നു. നമ്മളങ്ങനെ ത്രൂ ഔട്ട് നമ്മളെ ഗ്രിപ്പിൽ കൊണ്ടുവന്നൊരു സിനിമ. നല്ല പടമായിരുന്നു. എൻജോയ് ചെയ്തു. ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ കൊള്ളാം. ഹാപ്പി. കേട്ടില്ല? നല്ല ഫ്രെയിംസ് ഒക്കെ ഭയങ്കര അടിപൊളി. അപ്പോ താങ്ക് യു. മേക്കിംഗ് വൈസ് എല്ലാം അടിപൊളിയാ. ഫ്രെയിംസ് ആണെങ്കിലും നമ്മള് ട്രെയിലറിൽ കണ്ട അതേപോലെ തന്നെ എല്ലാ ഫ്രെയിംസും ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള ഭയങ്കര രസമുണ്ട് കാണാൻ. ഭയങ്കര കളർഫുൾ, നല്ല പരിപാടി. കുട്ടി ഭയങ്കര അടിപൊളി. ഞാൻ അവനെ ഇവിടുന്ന് കണ്ടായിരുന്നു. സെക്കൻഡ് ഇനിയും നല്ല അത്താളൊന്നുണ്ട്. ഞാൻ പൊട്ടപ്പോ ഇതാ കഴിഞ്ഞ ഇറങ്ങിയുള്ളൂ. ബ്യൂട്ടിഫുൾ ആണ്, കണ്ടിരിക്കാം. ഐ മീൻ ലൈക്ക് കുറച്ച് വിഷമമാണ്, എന്നാലും കുറച്ച് ഹെവി ഹാർട്ടഡ് ആയിട്ട് കണ്ടിരിക്കാം. ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് എടുത്തു പറയേണ്ടത് സുഷിന്റെ മ്യൂസിക്കിനെ പറ്റിയിട്ടാണ്. നമ്മൾ ബാക്കിയെല്ലാം എനിക്ക് അറിയായിരുന്നു. ചിതുവിന്റെ മേക്കിംഗ് ആണെങ്കിലും ഇതിന്റെ
ജിത്തുവിന്റെ സ്ക്രിപ്റ്റിനെ പറ്റിയിട്ടൊക്കെ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. ഞാൻ മ്യൂസിക്കിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും കാണുന്നത്. പക്ഷെ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. വളരെ ബ്യൂട്ടിഫുൾ ആണ്. മേക്കിങ്ങിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത്. അതെ, മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമോഷണലി കണക്ട് ആവും. ഇതിന്റെ ഓരോ ക്യാരക്ടേഴ്സിനെ നമുക്ക് കണക്ട് ആവും. ചിതുവിന്റെ അറിയാലോ, ഇതിന് മുന്നേ ഉള്ള ചിതുവിന്റെ സിനിമകളിലെല്ലാം ജാനേമൻ മുതലുള്ള സിനിമകൾ കാണുമ്പോൾ നമുക്കറിയാം ഇതിനെല്ലാം നമുക്ക് ഇമോഷണലി കണക്ട് ആവുന്നതാണ് ചിതുവിന്റെ ക്യാരക്ടേഴ്സ് എല്ലാം. അപ്പൊ ഇതിൽ എടുത്തു പറയേണ്ടത് ശരിക്കും ഗണു ഇതിന് വേണ്ടിയിട്ട് നടത്തിയ കാസ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ്. ഈ സിനിമയിലെ ഓരോ ക്യാരക്ടേഴ്സും ഈ എന്താ പറയാ, നമുക്ക് കാണുമ്പോൾ അവരെല്ലാവരും റിയൽ ആണെന്ന് തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ കാസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡെഫിനറ്റ്ലി ഇതിന്റെ എഡിറ്റിനെ പറ്റി പറയണം. ഇത് പാക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് അറിയാം, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഇടയ്ക്ക് താഴെ പോയി. അങ്ങനെയൊന്നും ഒരു ഫീലില്ല. ഈ സിനിമയുടെ ഇമോഷൻ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണോ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ചിതുവിന്റെ അല്ല, അതിന് മേളിലേക്ക് ചിതു ഉറപ്പായിട്ടും വരും. ഓരോ സിനിമ കഴിയുന്തോറും ചിതു ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം മഞ്ഞുമൽ ബോയ്സ് പോലെ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തൊരു സിനിമ കഴിഞ്ഞിട്ട് ബാലൻ പോലെ ഒരു സിനിമ ചെയ്യാൻ ചിതു എടുത്ത ധൈര്യം എന്ന് പറയുന്നത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ അതിനർത്ഥം ഇനിയും വളരെ ഡെയറിംഗ് ആയിട്ടുള്ള തീരുമാനങ്ങൾ ചിതുവിന്റെ അടുത്ത് നിന്ന് വരും എന്നാണ്. ലെറ്റ്സ് വെയിറ്റ്. ടിക്കറ്റൊക്കെ ഷൂട്ട് കഴിഞ്ഞു. നമ്മുടെ ആവേശത്തിന്റെ ഡയറക്ടറാണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്, മഞ്ഞുമൽ ബോയ്സിന്റെ ഡയറക്ടർ അടുത്ത സിനിമ ചെയ്തിരിക്കുന്നു. അപ്പം ആ ഒരു ഫീൽ എങ്ങനെയാണ് കണ്ടിരുന്ന സമയത്ത്? എനിക്ക് സത്യം പറഞ്ഞ അടിപൊളി പടം. മൂന്നാമത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് പരീക്ഷിച്ചൊരു നല്ലൊരു സിനിമ. എല്ലാ ജോണറും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അങ്ങനെ ക്ലാസ് ആയിട്ടുള്ളൊരു പടം. കിടിലാണ്, എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുക. കിടിലും പടമാണ്. എല്ലാവരും തിയേറ്ററിൽ അത് മസ്റ്റായിട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക, പൊളിക്കുക. നിങ്ങൾ കാണും, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഞാൻ ഒരുപാട് കാലമായിട്ട് ഈ ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എപ്പോഴും ക്ലാസിക്കുകൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ ഇപ്രാവശ്യവും നമ്മളാരും പറ്റിക്കപ്പെട്ടില്ല. ഞാൻ ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് ഞാൻ വന്ന് സിനിമ കാണാൻ വരുന്നത്. ഞാൻ എന്നെ അറിയിച്ചു കളഞ്ഞു ചിദംബരം ചേട്ടൻ. ഞാൻ സ്പെഷ്യലി ഗണു, താങ്ക് യു സോ മച്ച്. ഇത്രയും ഒരു വേൾഡ് ക്ലാസ് മൂവി മലയാളത്തിലേക്ക് തരുന്നതിന് താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും നാളെ പടം റിലീസാണ് ഒഫീഷ്യലി. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. താങ്ക് യു മക്കളെ. ഞാനൊന്നും പറയില്ല, നിങ്ങൾ സിനിമ തന്നെ പോയി കാണണം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പെർസ്പെക്റ്റീവ് നിന്ന് കാണേണ്ട സിനിമയാണ്. ലൈക്ക് എൻ്റെ കാഴ്ചപ്പാട് വേറെ ആയിരിക്കുമല്ലോ. എനിക്ക് പടം ക്ലാസ്സാണ്. താങ്ക് യു. പിന്നെ എല്ലാ ക്രൂവിനോടും പ്രത്യേകിച്ച് ടെക്നിക്കൽ ടീമിനോട് പ്രത്യേകം എനിക്ക് നന്ദി പറയേണ്ടത്. പിന്നെ സുഷിൻ ചേട്ടൻ, ഓൾ ദ ബെസ്റ്റ്. കൺഗ്രാജുലേഷൻ ഫോർ ദ ലേബിൾ. ആൻഡ് ആ ലേബിളിൻ്റെ ബേസ് ആയിട്ട് വരുന്ന ആദ്യത്തെ പടമാണെന്ന് തോന്നുന്നത്. അപ്പോൾ താങ്ക് യു. നല്ല സിനിമ. കഴിഞ്ഞ കൊല്ലത്തെ ഏറ്റവും വലിയ 2 ഹിറ്റ്സ് അതിന്റെ ക്രിയേറ്റേഴ്സ് കൊളാബറേറ്റ് ചെയ്യുന്നു. ആ സിനിമയാണ് നമുക്ക് കണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഫീൽ എന്തായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആണ്, ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു വേറൊരു ഒരു പടമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കണ്ടിറങ്ങി ഭയങ്കര സന്തോഷം. ഒരുമിച്ച് 2 സുഹൃത്തുക്കൾ. അപ്പോൾ അവർ സിനിമയും ഭയങ്കര സന്തോഷം. ജിത്ത് എഴുതിയിട്ട് ചിദംബരം ഡയറക്റ്റ് ചെയ്യണം. നല്ല സിനിമയാണ്. എല്ലാവരും പോയി നാളെ കാണുക, ഇഷ്ടപ്പെടും. ലോകോത്തര നിലവാരം നിലനിർത്തിയെന്നാണ് എല്ലാവരും കണ്ടിറങ്ങി എല്ലാവരും പറയുന്നത്. ആ ഒരു ഉറപ്പായിട്ടും എനിക്ക് പറയാൻ എനിക്കറിയില്ല. അപ്പൊ എന്താ പറയാ, ബാലൻ ഭയങ്കര അടിപൊളി ബാലനായി പോയി. ഗംഭീരായിട്ട് മലയാള സിനിമയ്ക്ക് എക്കാലവും അഭിമാനിക്കാവുന്ന സിനിമകളുടെ കൂട്ടത്തിൽ വെക്കാവുന്ന മനോഹരമായിട്ടുള്ള സിനിമ. സിനിമയിൽ എസ്തെറ്റിക്സ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ആ എസ്തെറ്റിക്സ് എല്ലാ ഡിപ്പാർട്ട്മെന്റും, ഷൈജു ഖാലിദും സുഷിനും ജിത്തുവും ചിദംബരവും അഭിനയിച്ചവരും എല്ലാം കൂടെ ചേർത്തൊരു ഗംഭീര സിനിമ. ഏത് നാട്ടിലും കൊണ്ടുപോയി ധൈര്യമായിട്ട് വെക്കാം മലയാള സിനിമയാണ്, കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട്. അത്ര ഗംഭീരമായിരിക്കുന്നു. ചില സിനിമകൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഉള്ളിലൊരു നിറവ് കിട്ടുക എന്ന് പറയുന്നത്. അതിരിക്കുന്ന ഓരോരുത്തർക്കും സങ്കടവും സന്തോഷവും വിങ്ങലും വിങ്ങിപ്പൊട്ടലുകളും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു നിറവ് സമ്മാനിച്ച കുറേ നാളിന് ശേഷം, പ്രിയൻ സാറ് പറഞ്ഞ കറക്റ്റാണ്, എത്രയോ നാളിന് ശേഷം കണ്ട ഒരു മനോഹരമായ ക്ലാസിക് മലയാള സിനിമയാണ് ബാലൻ. ചേട്ടാ, പുതിയൊരു സിനിമ എന്താ പറയാ, നല്ല ഭംഗിയുള്ള സൗന്ദര്യമുള്ളൊരു മൂവി. ഇതൊന്നും അധികം പറയാനെടുക്കാൻ അധികം പറഞ്ഞ് ഞാൻ അതിൽ ഇതാക്കുന്നില്ല. നാളെ തന്നെ എനിക്ക് എല്ലാവർക്കും തോന്നും. ഞാൻ ഒറ്റൊരു വാക്ക് പറയാം. ഒരു എന്താ പറയുക, പുതിയൊരു കഥ, പുതിയൊരു സിനിമ, അങ്ങനെ എല്ലാവർക്കും അത് കിട്ടും. അത് പടം കണ്ടു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും ആ വാക്ക് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും കാണും, എല്ലാത്തിനും
സന്തോഷം അത് കുറേ ഇമോഷൻ ഉണ്ട് നമ്മൾ ഉള്ളിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. പിന്നെ അത് അങ്ങനെയുള്ള കഥ ഇങ്ങനെ മേക്ക് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ആ പറയുന്ന ക്രൂ എല്ലാവരും കൂടി ഇട്ടിരിക്കുന്ന എഫക്റ്റ് ഭയങ്കരമായിട്ട് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് സിനിമയെ. ഭയങ്കര സന്തോഷമുള്ളൊരു മൂവി. എല്ലാവരും പക്ക എല്ലാവരും ഒന്നിനെ കുറിച്ച് ഒന്നും പറയാനില്ല. കാരണം നാളെ നിങ്ങൾ കണ്ടിട്ട് അത് ഈ പറയുന്നതന്നെ ആയിരിക്കും. നല്ലൊരു മൂവിയാണ്, എല്ലാവരും കാണണം. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൻഡ് നമ്മൾ അറിയാണ്ട് തന്നെ ഈ സ്റ്റോറിയിലേക്ക് ഇന്നാവും. പുറത്ത് വരാനും കുറച്ച് സമയം. ഇന്റർവെല്ലില് നമുക്ക് ഇന്റർവെല്ലിലൊക്കെ ഞങ്ങളിങ്ങനെ കുറച്ച് വെയിറ്റിൽ ഇരിക്കുകയായിരുന്നു. കാരണം ഇത് അടുത്തെന്താണെന്നുള്ള അറിയാൻ പറ്റാണ്ടേ. എല്ലാവരും കാണണം. നമ്മുടെ മലയാളത്തിന് പ്രൗഡായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് ഡെഫിനറ്റ്ലി. ഓൾസോ ഇപ്പൊ ഇൻസ്റ്റയിൽ അൽഗോരിതം ഭരിക്കുന്നത് കറുപ്പാണ്. മഞ്ഞുമൽ ബോയ്സുമായിട്ട് നമ്മൾ ഇതിനെ താരതമ്യം ചെയ്യേണ്ട, അത് വേറൊരു സിനിമയാണ്. ഈ സിനിമ ബാലനായിട്ട് കണ്ടാൽ മതി, രണ്ടായിട്ട് കണ്ടാൽ മതി. പക്ഷേ ഇത് വേറെ രീതിയിലുള്ള മേക്കിംഗ് ആണ്. മഞ്ഞുമൽ ബോയ്സ് പോലെയുള്ള ഒരു സ്റ്റൈൽ മേക്കിംഗ് അല്ല, അല്ലാതെയുള്ള വേറൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട് ഈ പടത്തിന്. അത് ആ സിനിമ കണ്ട് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. വളരെ മനോഹരമായിട്ട്. എല്ലാവരുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു. പിന്നെ ഇപ്പൊ എല്ലാരും കരഞ്ഞു. അമ്മ സിനിമ കണ്ട് വെട്ടെന്ന് കരഞ്ഞു. അമ്മയാ അമ്മ ഒന്നും പറഞ്ഞില്ല, പക്ഷെ ഉണ്ടല്ലോ ആത്മവണ ഇരുന്ന് കരയുന്ന ഞാൻ കണ്ടായിരുന്നു. പിന്നെ പരിചയപ്പെടുത്താം. എന്താണ് പേര്? ആദിശേഷൻ KR. അത് ആദ്യത്തെ പടമാണ്. അല്ല, എന്റെ പേരാ. അല്ല, ഇത് ബാലൻ ആദ്യത്തെ പടമാണ്. അതെ. ഇത് എവിടുന്നാണ്, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്? ആരാണ് വിളിച്ചിരുന്നത്? ആദ്യം ഞാൻ കുറെ പടങ്ങൾ കാണും. ഈ ഒത്തിരി പടങ്ങളൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ശരി. അറിയില്ല, നമുക്ക് നാളെ എല്ലാവരും കാണുമല്ലോ. അപ്പം നമുക്ക് നാളെയാണ് റിലീസ്. അപ്പം നാളെ നമുക്ക് നോക്കാം, എല്ലാവരും കണ്ടിട്ട് നമുക്ക് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താ നോക്കാം. എന്നിട്ട് നമുക്ക് ആഘോഷങ്ങൾ തുടങ്ങാം. ഇപ്പോൾ കണ്ടവരൊക്കെ പറയുന്നത് വെച്ചാൽ പടത്തിന്റെ ഒരു ടെക്നിക്കൽ ക്വാളിറ്റി, അതുപോലെ തന്നെ ഇപ്പൊ കണ്ടവരെല്ലാം എന്റെ സുഹൃത്തുക്കളും ഫാമിലിയും എന്റെ കളീഗ്സുമാണ്. നാളെ പ്രേക്ഷകർ കണ്ടിട്ട് തീരുമാനിക്കും. എല്ലാ പടത്തിലും എടുത്തു നാളെ കാണാൻ എല്ലാവരും വന്ന് കാണുക സിനിമ പ്ലീസ്. നാളെ വനിതയിൽ വരുമായിരിക്കാം, നമുക്ക് നോക്കാം എന്തായാലും. പക്ഷെ എല്ലാവരും സിനിമ ആണ്. താങ്ക് യു. അഭിനയം കണ്ടായിരുന്നു. സൂപ്പർ അല്ല, കുറെ സിനിമയിലെ കുറെ ആൾക്കാർ വന്ന് സിനിമ കണ്ടില്ലായിരുന്നോ? കുറെ നടന്മാരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നായികമാരൊക്കെ വന്ന് കണ്ടില്ലേ? അവരൊക്കെ എന്താ പറഞ്ഞ കണ്ടു കഴിഞ്ഞപ്പോ? അവരൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്റെ ഫസ്റ്റത്തെ പടം ഇതാ. ഫസ്റ്റത്തെ പടത്തിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ സൂപ്പറാന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? സന്തോഷമായോ? സന്തോഷമായി. അമ്മ കരഞ്ഞെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ അകത്ത് വെച്ച്. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നേ? ഞാൻ 2ല്. എങ്ങനെയുണ്ടായിരുന്നു മോന്റെ ഫസ്റ്റ് ഫിലിം? ഇത്ര ആർട്ടിസ്റ്റുകളുടെ ഒപ്പം കണ്ടു കഴിഞ്ഞാൽ ഇത് ഞാൻ പറയണ്ടല്ലോ, ചിദംബരം സാറിന്റെ വർക്കാവുമ്പം വളരെ ഗംഭീരമാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ നമ്മളിപ്പോ പെട്ടെന്നായോണ്ട് ഒരു ടെൻഷനില്ല, ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ശരിക്കും അടുത്ത നാളോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു. അവന് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാര്യം അമ്മമാർക്കല്ലേ കുട്ടികളുടെ കഴിവിനെ തിരിച്ചറിയാൻ പെട്ടെന്ന് പറ്റുന്നത്. സ്ക്രീനിൽ കണ്ടപ്പോ എന്താ തോന്നി മോന്റെ ആക്ടിങ്? വളരെ സന്തോഷം തോന്നി. ഇമോഷണലായി. അതെ, ഒരു അമ്മയും മോനും അല്ലേ, അമ്മമാർക്ക് എല്ലാവർക്കും അങ്ങനെ ആകും. ആദ്യമായിട്ടാണ് സ്ക്രീനിന്റെ മുൻപിൽ ഇങ്ങനെ ഒന്ന് കാണുന്നത്. എന്താണ് അവിടെ ഫുള്ള് കയ്യടി കഴിഞ്ഞ് തിയേറ്ററിനുള്ളിൽ കണ്ടിട്ടുണ്ടായിരുന്ന? എന്താ എല്ലാരും പറഞ്ഞത്? എല്ലാരും പറഞ്ഞ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു. ഈ ചിദംബരം ബ്രോ എന്താണ് ഡയറക്ട് ചെയ്യുമ്പോ എന്താ പറഞ്ഞു? ഇങ്ങനെ